കണ്ണൂർ എ.ഡി.എം.ആയ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുഷ കൃത്യമായി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ്, കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയാണ് എന്ന് മഞ്ജുഷ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതിനെ സംശയിക്കാൻ കാരണങ്ങൾ പലവിധമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ആരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതിരിക്കുന്നത് സർക്കാർ പറയുന്ന രീതിയിലേക്ക് ഫയൽ നീങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. അന്വേഷണം വൈകിപ്പിക്കാനും അന്വേഷണത്തിൻ്റെ സത്യാവസ്ഥയെ വളച്ചൊടിക്കാനും ദിശ മാറ്റി അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ദിവ്യയെ രക്ഷപ്പെടുത്താനും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ പലതും പുറത്തു വരാതിരിക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആകെ അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ എ ഗീത IAS റിപ്പോർട്ട് മാത്രമാണ് ഇവർക്ക് വിലങ്ങുതടിയായി മാറിയത്. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഗീതയുടെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഗീതയെ സ്ഥലം മാറ്റാനും ഗീതയെ ഭീഷണിപ്പെടുത്താനും ഒരു വലിയ ലോബി തന്നെ അവരുടെ പിന്നാലെയുണ്ട്. അവരുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും അപഹരിക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും ഗീതയെ കൊന്നേക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കൃത്യമായും മഞ്ജുഷ ഉൾപ്പെടെയുള്ളവർ ആശങ്കപ്പെടുന്നത്. കാരണം ഗീത സത്യസന്ധമായി പ്രവർത്തിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവരെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് അവരുടെ റിപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് സർക്കാർ അതിനെ മുക്കുന്നത്. പരമാവധി ദിവ്യയെ സംരക്ഷിച്ച് പിടിക്കേണ്ടത് കണ്ണൂർ ലോബിയുടെ ആവശ്യമാണ്. കാരണം ദിവ്യ ഇവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏത് രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചാലും അവസാനം ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും. ആരൊക്കെയാണ് ആരുടെ ബിനാമി എന്നുള്ള കാര്യത്തിൽ ദിവ്യയ്ക്ക് ഒരു സംശയവുമില്ല. കാരണം അവരുടെ ഭർത്താവ് തന്നെ ബിനാമിയാണ്, P ശശിയുടെ ബിനാമിയാണ് എന്നുള്ള കൃത്യമായ വിവരം പുറത്തു വരുമ്പോൾ അവർ ആശങ്കയിൽ തന്നെയാണ്, അതായത് കണ്ണൂർ ലോബി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ MV ജയരാജൻ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത്. അന്വേഷണം സത്യസന്ധമായ രീതിയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ജില്ലയിൽ പാർട്ടി നേതൃത്വത്തോട് വലിയ തോതിൽ ജനങ്ങൾക്ക് അകൽച്ച ഉണ്ടാകും. അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും CPM-ന് ലഭിക്കുക പോലുമില്ല. തകർന്ന് വെണ്ണീറാവും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം എന്നേക്കുമായി നഷ്ടമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകും. മാത്രമല്ല, നമുക്കറിയാം കല്യാശ്ശേരി ഡിവിഷനിൽ നിന്നാണ് PP ദിവ്യ ജയിച്ചത്. അവിടെയൊക്കെ ഇനി വലിയ തിരിച്ചടി CPIM-ന് ഉണ്ടാവും. പാർട്ടി ഗ്രാമങ്ങൾ നശിക്കും, എല്ലാം ചോർന്നു പോകും. ബംഗാളിലെ CPIM നമുക്കറിയാം തകർന്ന് വെണ്ണീറായി ദ്രവിച്ച് ജനങ്ങൾ അത്രയധികം അടിച്ച് ദൂരെ കളഞ്ഞതാണ്. അതുപോലെ തല്ലി ഓടിക്കും. സഖാക്കന്മാരെ തെറി വിളിക്കുന്ന, അവരെ നടുറോട്ടിൽ ജനങ്ങൾ കൈയേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് കാരണമൊരുക്കിയത് ഈ P ശശി ഉൾപ്പെടെയുള്ള നാറിയ കണ്ണൂർ ലോബിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM-ലെ തന്നെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഏതായാലും P ശശിക്കെതിരെ വ്യക്തിപരമായി വരെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ CPIM നേതാക്കൾ തിരിഞ്ഞിരിക്കുകയാണ്. KK രാഗേഷും P ശശിയും കൂടെ ചേർന്ന് കുളം തോണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്ന് CPIM നേതാക്കൾ കണ്ണൂരിലുള്ളവർ, പ്രത്യേകിച്ചും MV ജയരാജനും P ജയരാജനും ഒക്കെ തുറന്നടിക്കുന്നു.